എപ്പോഴും കേൾക്കണമെന്നല്ലോ 10-22 വർഷം അതുകൊണ്ട് തന്നെ കേൾക്കണം, ബോറടിക്കില്ലേ? എന്നും കേൾക്കുമ്പോൾ നമുക്കത് ബോറടിക്കണം. എങ്ങനെ ഇതാണെന്നങ്ങ് മനസ്സിലാക്കി. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോണത് ഒരു നെത്തോലി ഫ്രൈയും നെത്തോലി ഫിഷ് കറിയാണ് കേട്ടോ. അതായത് ഇന്ന് കുറച്ച് വലിയ നെത്തോലി കിട്ടി, കാണിച്ചു തരാം. കുറച്ച് നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പോൾ നെത്തോലി ഫ്രൈ ഒക്കെ കഴിക്കുമ്പോൾ വലുതായിരിക്കില്ലേ. നമ്മുടെ നാട്ടിൽ സാധാരണ ചെറുതാണ് ഇവിടെ കിട്ടാറുള്ളത്. അപ്പോൾ ഇന്ന് വലുത് കിട്ടിയത് കാരണം ഞാനൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് 1 കിലോ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ ഏട്ടാ? ഉണ്ടാവും. അപ്പോൾ കാണിച്ചു തരാം. ഇത് കുറച്ച് വലുതാണ്. ഇതിൽ കുറച്ച് ഞാൻ പൊരിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. നമുക്കിപ്പോൾ ആദ്യം ഫ്രൈ ചെയ്യാനുള്ളത് നോക്കാമോ? ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, 1 സ്പൂണല്ല 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. കുറച്ച് ഞാൻ പെപ്പർ ഇതിനാണ് കൂടെ ഇടാൻ പോണത്, ഒരു ചെറിയൊരു കളറിന്. മുളക് പൊടി, മല്ലിപ്പൊടി. ക്വാണ്ടിറ്റി അല്പം കുറവായത് കാരണം ഇത്ര മതിയാവും. മല്ലിപ്പൊടി ശകലം കൂടെ ചേർക്കാൻ തോന്നുന്നു, തീരെ കുറവ് മല്ലിപ്പൊടി. ചെറിയ സ്പൂൺ അല്ലേ? മല്ലിപ്പൊടി തന്നെ മീനിൻ്റെ മണവും ടേസ്റ്റും കൂട്ടുന്നത്. ഇതാ മതിയാ? ഇല്ല, ഇന്ന് വേണോ? ഓ, എടുത്താലേ വരും അത്. ഇതാ കണ്ട, നിറച്ചെടുത്തിട്ടുന്ന 1.5 സ്പൂൺ മതിയായിരുന്നു. 2 സ്പൂണിൽ കൂടുതലിട്ട് ഞാൻ. ഓക്കെ, ഇതിൻ്റെ ആവശ്യമില്ല. ഇതാണ് മണത്തിന്. കുറച്ച് ഗരം മസാല. അപ്പോൾ ഞാനിതിൽ ഈ കോട്ടിങ്ങൊക്കെ കോൺഫ്ലവർ ഇടും. ചേട്ടനിതറിയില്ല കോൺഫ്ലവർ എന്തിനിടണമെന്ന് വെച്ചാൽ അതിൻ്റെ കോട്ടിങ് എല്ലാം നല്ലതായിട്ടൊന്ന് പൊരിക്കാനുള്ളതാണോ? ഫ്രൈ ചെയ്യാൻ. അതൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടി. അരിമാവ് ഇടുന്നത് ക്രിസ്പി ആവാൻ വേണ്ടി. കോൺഫ്ലവറിൻ്റെ ക്രിസ്പിനെസ് അല്ല അത്, ആ കോട്ടിങ് കുറച്ച് കറക്റ്റായില്ലടത്. ഇത് അരിപ്പൊടി എന്തെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. മതി. അപ്പോൾ ഇതിൽ കുറച്ച് പുളിയും ചേർക്കാം, നാരങ്ങപ്പുളി ചേർക്കാം. പിന്നെ ചിലർ വിനാഗിരി ചേർക്കും, വിനീഗർ. മതി. അപ്പോൾ ഇതിനൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കാം. ഇതിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ കുറച്ച് ചേർക്കാം. ലെമൺ ജ്യൂസ് ചേർത്താലും പോരാ, വെള്ളം തന്നെ വേണം. കാരണം ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം വേണം. എല്ലാം പുളി ഉപ്പെല്ലാം കറക്റ്റായിട്ടിരിക്കുന്നുണ്ട്. കുറച്ച് ഒരു 5 to 10 minutes അങ്ങനെ വെച്ചിരിക്കുക, ഒരു ഉപ്പും പുളിപ്പും എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി. ഓക്കെ, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഇടുകയാണെങ്കിൽ നല്ല കളർ കിട്ടും. അപ്പോൾ ഇത് മതി. അങ്ങനെ കൺകാഴ്ചക്ക് വയ്ക്കാനല്ല, കഴിക്കാൻ തന്നെയല്ല, കളറിലല്ല ഇരിക്കുന്നത്. എനിക്കിത് മുളക് പൊടി ചേർക്കണതേ എനിക്കിഷ്ടമില്ല. പിന്നെ നോക്കി എടുത്ത് വെച്ച് ഇത് പൊടിയാക്കി വച്ചേക്കുന്നത് പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അത്ര തന്നെ. ഞാൻ ഇപ്പോൾ ഹോട്ടലുകളിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ കൂടി മുളക് ചേർക്കണ ഒരു ആഹാരം ഞാൻ വാങ്ങിച്ച് കഴിക്കാറില്ല. അതായത് വറ്റൽ മുളക് ചേർക്കണ ഒരു ആഹാരം വാങ്ങിച്ച് കഴിക്കാറില്ല. ഈവൻ വെജിറ്റേറിയനിൽ സാമ്പാറോ രസമോ കൊണ്ടുവന്നാലും എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. വെറും പരിപ്പ്, പുളിശ്ശേരി, അവിയൽ,
തോരൻ ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ വെച്ച് മാത്രം കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കറി വയ്ക്കാൻ ഞാനിതാ ഒരു 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി മിക്സിയിലിട്ട് അരയ്ക്കാൻ ഇത്രയും ഞാൻ അതിൽ ഡയറക്റ്റ് ഇടാൻ പോവാണ്. ഇതിൽ ഫിഷിൽ അങ്ങനെ ഡയറക്റ്റ് ഇടാം. ആക്ച്വലി ഞാൻ ചെയ്തിരുന്ന ചെറുതായിട്ടൊന്ന് വശക്കിട്ട് ഇടുമായിരുന്നു. ഇല്ല, ഇങ്ങനെ ഇടാം, പച്ച അരച്ചറിയാവുന്നതായിരിക്കും. ചെറുതായിട്ടൊന്ന് വശക്കിട്ടിട്ട് അതിൻ്റെ രുചി വേറെ ആയിരിക്കും. ഇങ്ങനെ ഇട്ട് ഞാൻ കാണിച്ചത്, ഇന്ന് ടേസ്റ്റ് ഇടാൻ നോക്കണം. ശരി, അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ. ഇത് വേറെ സ്റ്റൈല്. നമുക്ക് കുറച്ച് കറിവേപ്പില അരയ്ക്കാൻ എടുക്കണം. കുറച്ച് കറിവേപ്പില ഞാൻ ഇതിലിടാൻ പോവുകയാണ്. എന്നിട്ട് ഇത് ഇത്രയും മാത്രം മതി. ഇതൊന്ന് അരച്ചെടുക്കാം. പച്ചമുളക് വേണ്ടി അരയ്ക്കാൻ? പച്ചമുളക് വേണ്ട, അതിൽ ഇതിടും, അരിഞ്ഞിടാം. അരയ്ക്കാൻ ഒരു പച്ചമുളകെങ്കിലും എടുത്തിട്ട്. പച്ചമുളക് ഞാൻ അരിഞ്ഞിടാം. ഇതിലിടാം. ഇത്രയും പച്ചമുളക് ഞാൻ ഇതിലിടാൻ പോവുകയാണ് ഡയറക്റ്റായിട്ട്. അപ്പോൾ 7 പച്ചമുളക്. 2 മതിയാ? ഓ, അരയ്ക്കാൻ 2 പച്ചമുളക്. ഇതിന് പെപ്പറൊന്നും വേണ്ട. 7 പച്ചമുളക് എടുക്കാൻ കാരണം എല്ലാം ഒരേ അളവല്ല, തീരെ ചെറുതായ പച്ചമുളകുകളും ഉണ്ടായിരുന്നു. ശരി, അപ്പോൾ ഇനി ഇതിൽ ഇത്ര മുരിങ്ങയ്ക്ക. ചേട്ടാ എത്ര എടുത്താൽ? 1 മുരിങ്ങയ്ക്ക എടുത്താൽ? പാതി മുരിങ്ങയ്ക്ക. ഇത് ചെറിയ മാങ്ങ ഒന്ന്. ഇതെല്ലാം കട്ട് ചെയ്ത് ചേട്ടനാണ്, അതാണ് ഇത്ര ഭംഗിയായിരിക്കണം. ഇനി മഞ്ഞപ്പൊടി ഇടാം. ഇത്രയും മതിയല്ലോ. കുറച്ചുകൂടാം മഞ്ഞപ്പൊടി, അരി, കുറച്ച് മുളക് പൊടി, കാരണം പച്ചമുളക് അല്ല. എത്ര ഇതിൽ 7 ഇട്ടു, അതിൽ 2 ഇട്ടു അല്ലേ? ഇതിൽ മല്ലിപ്പൊടി ഓപ്ഷനിലാണ്. പച്ച അരച്ച് വയ്ക്കുന്ന മീനിന് മല്ലിപ്പൊടി ആവശ്യമില്ല എന്ന് അമ്മ പറയാറുണ്ട്. എങ്കിലും ഇല്ലവേ ഇല്ല, ഞാൻ കുറച്ചിടും. മീൻ കറിയാണെങ്കിൽ മല്ലിപ്പൊടിയാണ് അതിൻ്റെ മല്ലിപ്പൊടി ഇല്ലാതെ ഫ്ലേവർ കൂട്ടുന്നത്. ശരി, 2 ഇടാൻ കേട്ടോ. ഇനി ഉപ്പ് ആവശ്യത്തിനായി. അപ്പം ഞാൻ ഇതിലെല്ലാം ഇട്ടല്ലോ. ഉപ്പ്, പുളിക്ക് വന്ന് മാങ്ങയായി, എരിവിന് ചേർക്കാം. ലാസ്റ്റ് അരച്ചിട്ട് നോക്കാം. ഒരു തിള വന്നിട്ട് നമുക്ക് പിന്നെ നോക്കാം. അപ്പം ഞാൻ ഇത് അരച്ചിട്ട് വരാം. നെത്തോലിക്ക് അങ്ങനെ നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല. അത് അവിയലിനരയില്ലേ, അതുപോലെ അരച്ചാൽ മതി. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ആക്ച്വലി ഫിഷ് കറിയൊക്കെ വയ്ക്കുന്നതാണ് എളുപ്പം. നമ്മൾ വെജിറ്റബിൾസിനൊക്കെ വയ്ക്കൂലേ, വെജിറ്റബിൾസ് എളുപ്പമാണ്, എങ്കിലും നോൺ വെജ് വയ്ക്കുന്നതൊക്കെയാണ് എളുപ്പം. ആണ് ഈ കറി ആദ്യം വെച്ചിട്ട്, രണ്ടാമത് മീനിനെ കുറച്ച് ഈ കൂട്ടാനിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അവസാനം മീനിനെ ചേർത്ത് അങ്ങനെയും ചെയ്യാം. ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ട്, ഈ രീതിയിലും ചെയ്തിട്ടുണ്ട്. ഇതിലെന്ത് കലങ്ങി എന്ത് ചെയ്യും? ഇങ്ങനെയൊന്നും വെന്ത് കലങ്ങൂല. ഇത് കുറച്ച് വലിയതാ, നമുക്ക് ഇത്ര വലുതത്. ഇതൊക്കെ വേണമെങ്കിൽ കുറച്ച് സമയമുണ്ട്. ഒരു തിള വന്നതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് എൻ്റെ പാകത്തിന് കറക്റ്റെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം, മതി. അവിടെ ഇല്ല, അത് ഓർത്തു, അവിടെ ഇല്ല, അത് മനസ്സിലായി. എന്റെ സംശയം എന്ന് വെച്ചാൽ മാമന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ നല്ലൊരു തിള വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം.
എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് റെഡി ശരിയാണോ എന്ന് നോക്കാം. ഒരിക്കൽ കൂടെ അടച്ചു വയ്ക്കാം. കുറച്ചുകൂടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റണം, വരെ വേവണം. ഇപ്പം നമുക്ക് അതേസമയം ആ ഫിഷിനെ ഫ്രൈ ചെയ്യാൻ നോക്കാം. ഞാൻ പെപ്പർ ഇടാൻ മറന്നു കേട്ടോ. കുറച്ച് പെപ്പർ ഇടാം. നല്ല എരിവുണ്ടാവും. എല്ലാം കൂടെ ഞാൻ കൊച്ചിന് കഴിക്കില്ല എടുക്കാം. അവൾക്ക് ഇഷ്ടപ്പെട്ടത് എത്ര എരിവായാലും അവൾ കഴിക്കും. ഇത് വെന്ത് കേട്ടാ, മതി. നന്നായിട്ട് കുഴമ്പ് കൊതിക്കുത്. കൊതിച്ച് ആറിടിച്ച് അതെന്നെ சொல்லலாம். വറ്റിടിച്ച്. സോ നമ്മുടെ എണ്ണ പൊട്ടണം. അതിലൊരു തുള്ളി വെള്ളം വീഴുന്നു കേട്ടോ എണ്ണയിൽ. അതാണ് അനങ്ങണില്ല ഇത്. ഇല്ല അത് അടിയിലൊന്നും പിടിച്ചില്ല. ഇത് കറക്റ്റ് തന്നെയാണ്. ഇത് ഓഫ് ചെയ്യണേ. ശരിക്കിതാ നന്നായിട്ട് അനങ്ങുന്നുണ്ട്. അത് നല്ല വെള്ളമൊക്കെ തീർന്നില്ലേ. ഓക്കെ, ഹൗ ഇസ് ഇറ്റ്? കഴിച്ചു നോക്കിയിട്ടല്ലേ പറയും. ശരി, കൊള്ളാം. ശരി, ഇത് കുറച്ച് തള്ളി നിങ്ങൾ. ഒരു തുള്ളി വെള്ളം വീഴുന്നു. ഓൺ ചെയ്താ എൻ്റെ കറിവേപ്പില ആദ്യം ഇടുന്നു. ഈ കറിവേപ്പില ഞാൻ കഴുകി. ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം പൊട്ടും. കറിവേപ്പില ഇടുമ്പോൾ നല്ലൊരു മണം വരും. മാത്രമല്ല ഇതിൻ്റെ പുറത്ത് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇന്നൊരു സംഭവമുണ്ട്, ലൈറ്റായിട്ട് ഇങ്ങനെ ഇടാൻ പറ്റണില്ല. ഇങ്ങനെ അനക്കി വെച്ച് കൊടുത്താലേ അടിയിൽ പിടിക്കില്ല. കുറച്ച് അങ്ങനെ കൈകൊണ്ട് ചെയ്യും. അതൊരിക്കലും വെള്ളം വീഴുന്നു പോയി, അതാണ് കാര്യം. പക്ഷേ ഇങ്ങനെ അനക്കി അടിയിൽ പിടിക്കില്ല എന്നുള്ളതെല്ലാം അന്ധവിശ്വാസമല്ലേ. അങ്ങനെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്, അടിയിൽ പിടിച്ചിട്ടുണ്ട്. ചേട്ടാ എവിടെ നിൽക്കുന്നത് ഞാൻ കുക്ക് ചെയ്യുമ്പം? പിന്നെ ഇപ്പോൾ കറിവേപ്പില ഇടുന്ന കാരണം തീർച്ചയായിട്ടും അടി പിടിക്കില്ല. കറണ്ട് പോയാ ഓഹോ എല്ലാം അത്ര ടൈം അങ്ങ് തീരും. അതിനാണ് ഞാൻ ഈ പാൻ എടുത്തത്. നമുക്കപ്പോൾ ഈ ഒരു തുള്ളി എണ്ണ വീഴുന്ന കഴിക്കുന്നില്ല. പിന്നെ ഗ്രേവി നിറയെ ഉണ്ട് കേട്ടോ. ഈ ഗ്രേവി എന്ത് ചെയ്യാൻ പുറത്ത് വെച്ച് വരും. ഓക്കെ, മനസ്സിലായില്ല ചേട്ടനെ? എന്തെങ്കിലും എൻ്റെ ചാനലിൽ കൂടെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പറയാം. ഇത് പറയാതിരിക്കണം. ഐ ലവ് യു. അങ്ങനെയല്ല, എൻ്റെ ചാനലിൽ കുക്കിങ്ങിനെ പറ്റിയോ വേറെ എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. മറിച്ചിട്ടെങ്കിൽ മറിച്ചിട്. ഇത് ഞാൻ ലാസ്റ്റ് ഇട്ടതാണെന്ന് തോന്നല്ലേ? ഫസ്റ്റ് ഇട്ടതിനെ ആദ്യം മറിക്കാം. യെസ്, കണ്ട നമ്മുടെ നെത്തിലി ഫ്രൈ സുന്ദര കുട്ടപ്പനായിട്ട് റെഡിയായി. ഇത് ഡീപ്പ് ഫ്രൈ അല്ലല്ലോ. ഇത് ഇപ്പൊ ഈ ഇത്ര നെത്തോലി മീനുകളുടെ ആത്മാവ് എവിടെ പോയിരിക്കും? പറന്നു പോയിരിക്കും. അല്ലെങ്കിൽ വേറൊരു ജീവിയായിട്ട് ജനിച്ചിരിക്കും. നമ്മളന്ന് പുനർജന്മത്തിൽ പറഞ്ഞില്ലേ, നമ്മൾ മനുഷ്യർ പറയുമ്പോൾ എവിടെയെങ്കിലും പന്നിവരെല്ലാം വറുത്ത് തിന്നാൻ പോകുന്നതിനെ കണ്ടുകൊണ്ടിരിക്കുമോ? അത് പോയില്ലേ, അത് താനെന്നുള്ള അംശം മാറി, അത് പോയില്ലേ, വേറെ ഒന്നായിട്ട് മാറിയില്ലേ? മനസ്സിലാവണില്ലേ? പിന്നെ ഒരു കാര്യം, പുനർജന്മം എന്ന് പറഞ്ഞാൽ ഉടനെ എടുക്കുമോ, അതോ മറ്റു ടൈം വരുമോ, അതോ കാലങ്ങൾ എടുക്കുമോ?
സോറി, ഐ ഹാവ് നോ പ്രീവിയസ് എക്സ്പീരിയൻസ്. എൻ്റെ ഓർമ്മയിൽ ആ എക്സ്പീരിയൻസ് ഇല്ല. നമ്മളൊരിക്കൽ പുനർജന്മത്തിനെ പറ്റിയൊരു സംസാരം ഉണ്ടായല്ലേ? അത് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. അത് ഉടനെയാണോ, 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണോ, 1 വർഷം കഴിഞ്ഞിട്ടാണോ, 1 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇത് എത്ര ആത്മാവാണിത്? 1 2 3 4 5 6 7 8 9 10 11 12 ആത്മാസ് എല്ലാം ഒരു ചട്ടിയിൽ. അതെ, ഈ ആത്മാ എന്നുള്ള അതൊന്നും പറഞ്ഞുകൂടെ സങ്കല്പത്തിന് അങ്ങനെയൊക്കെ അത് നോക്കുന്നത് സങ്കല്പമാണ്, അത് ഡൗട്ടേ ഇല്ല. അത് വ്യക്തമായിട്ട് പറയുന്നുമുണ്ട്. ഏതില്? ആ സങ്കല്പം അത് വെറും സങ്കല്പമാണെന്ന് തീരുമാനിക്കാൻ തന്നെ മീന്, ആട്, കോഴി, ഇതിലെല്ലാം ആത്മാ, അതെല്ലാം മനുഷ്യർ എല്ലാം ആത്മാ എന്നെല്ലാം പറയുമ്പോൾ ഈ കണ്ണി കാണാത്ത, ഞാൻ ചേട്ടനെ കാണിക്കാം, കണ്ണിൽ കാണാത്ത നമ്മളെ ഈ എന്ത് പറയുന്ന മൈക്രോ ഓർഗാനിസം ഇല്ലേ, മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ അവകളുടെ ആത്മാവെല്ലാം അവിടെ പോകും. അവർക്ക് ആത്മാവില്ല. അതും കൊതുകിന് ആത്മാവുണ്ടോ, എറുമ്പിന് ആത്മാവുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെ എത്ര ഇത് ചെയ്യും. കണ്ണിൽ കാണുന്ന ജീവരാശികളെ കൊല്ലുമ്പോഴും കഴിക്കുമ്പോഴും ഒരു കുറ്റബോധം ഉണ്ടാക്കുകയോ ഈ കുറ്റബോധം ഏർപ്പെടുത്തുകയോ ഏതെങ്കിലും ഒന്ന് സംഭവിക്കുന്നുണ്ട്. മനസ്സിലാവും? അത് ജീവജാലങ്ങൾ ഒന്നും അതിൽ പണ്ട് ആരാണ് നടന്നു പണ്ടെന്നല്ല, ഇപ്പോഴും ചില ജൈന സന്യാസികളെല്ലാം വായിലും തുണി കെട്ടി മയിൽപ്പീലി കൊണ്ട് ഒതുക്കി പോകും അവര്. അങ്ങനെ കൂടെ ഒരു പാവം ചെയ്യാൻ പാടില്ല. ഇതായിക്കൊണ്ട് പോട്ടെ. നമുക്കിന്ന് കറണ്ട് കണ്ട ബുദ്ധി വന്നപ്പോൾ കറണ്ട് വന്നു. നമുക്കിന്ന് നെത്തോലി ഫ്രൈ കഴിക്കാം. അതാണ് ഇന്നത്തെ ബുദ്ധിയാ. നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത നെത്തോലികളുടെ ആത്മശാന്തിക്ക് വേണ്ടി. ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഒന്നിന് ഫുഡാവുന്നു. അന്നമയം, നമ്മളുടെ ദേഹവും അന്നമാണ്. അതെ, അന്നം അന്നത്തെ ഉണ്ട് അന്നമയ കോശത്തിൽ வாழ்ந்துകൊണ്ടേയിരിക്കുന്നത്. എന്തോ ഒരു വഴിക്കാണ് എന്നെല്ലാം ഇഷ്ടപ്പെട്ടതാണ് മനസ്സിലാവാത്തത്. മീൻ പൊരിച്ചാലും കുറ്റമൊന്നല്ല, അതിലൊരു തത്വം. ബോറടിക്കില്ല എനിക്ക്. അതുകൊണ്ട് തന്നെ കേൾക്കണം, ബോറടിക്കില്ലേ? ഇതാണെന്ന് മനസ്സിലാക്കി നമുക്ക് 1 മണിക്കൂർ അങ്ങനെയൊക്കെ ഉള്ളതിലേട്ടാ ബോറടിക്കുള്ളൂ അല്ലേ? അത് എപ്പോഴുള്ളതാകുമ്പോൾ നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പൊക്കോളും. അത് തന്നെയാണ് ജീവിതം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കറക്റ്റാണോ? ഇത് വെന്തുവോ അതോ ഇന്നും കുറച്ചുകൂടെ കിടക്കണോ? കുറച്ച് ഞാൻ ഫ്ലെയിം കൂട്ടി വയ്ക്കാൻ പോവാണ്. ഫ്രൈ ആവട്ടെ. മഞ്ഞപ്പൊടി ഇട്ട് കുറവാണോ? കുഴപ്പമില്ല, കളർഫുള്ളായിട്ടുണ്ടോ? ശരി, അപ്പം നമ്മൾ ഊണ് കഴിക്കുമ്പോൾ കാണാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന്. അവിടെ വെച്ച് കാണാം. അപ്പോൾ ഇപ്പോൾ നിർത്താം അല്ലേ? ശരി. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു. പക്ഷേ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ഫിഷ് ഫ്രൈയും അതെ, നെത്തോലി കറിയും അതെ, നന്നായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും അടുത്ത വിശേഷങ്ങളുമായി കാണും വരെ ബൈ ഫോർ നൗ.